Hello, my friends. I am Abdul Samad, Kerala PSC അസിസ്റ്റന്റ് എഞ്ചിനീയർ സബ് എഞ്ചിനീയർ KCBയുടെ പുതിയ ചാപ്റ്ററിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പാർട്ട് 4 ആണ്. ഇതിനു മുന്നേ ചെയ്ത 3 പാർട്ടുകളും കാണാത്തവർ അത് കാണുക. ഇന്നത്തെ ടോപ്പിക് DC ജനറേറ്റർ. DC ജനറേറ്ററിനെ നമ്മൾ 2 ഹാഫ് ആക്കിയിരിക്കുകയാണ്. കാരണം കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു മേഖലയാണ് ഈ ഭാഗം. അതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് കേൾക്കും, അടുത്ത വീഡിയോയിൽ DC ജനറേറ്ററിൻ്റെ സെക്കൻഡ് പാർട്ടും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇന്ന് നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ആദ്യമായി നമുക്ക് പ്രോബ്ലം ചെയ്യുന്നതിനായിട്ട് ഭാഗവുമായി ബന്ധപ്പെട്ട സിമ്പിളായിട്ടുള്ള തിയറി നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് DC ജനറേറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ആണ്. DC ജനറേറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് സിമ്പിളായി പറയാൻ കുറേ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, എൻ്റെ ഒരു വീഡിയോൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ഓഫ് DC ജനറേറ്ററിൻ്റെ, അത് കാണുക. സിമ്പിളായി പറയുകയാണെങ്കിൽ യോക്ക്, പോൾ കോർ, പോൾ ഷൂ, ഫീൽഡ് വൈൻഡിങ്, ആർമേച്ചർ കോറ്, ആർമേച്ചർ വൈൻഡിങ്, കമ്മ്യൂട്ടേറ്റർ, ബ്രഷ് ഹോൾഡർ, ബെയറിങ്സ് ആൻഡ് ഷാഫ്റ്റ്. ഇത്രയാണ് കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസിൽ വരുന്നത്. അടുത്ത EMF ഇക്വേഷൻ. EMF ഇക്വേഷൻ സിമ്പിളായിട്ടുള്ള ഇക്വേഷനാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഇക്വേഷനാണ്. E = 5Pn/60 × Z/A. ഈ 5 എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ആണ്, P എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പോൾസ് ആണ്, N എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻ RPM ആണ്, Z എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ആണ്, A എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പാരലൽ പാത്ത് ആണ്. ഈ ആർമേച്ചർ വൈൻഡിങ്ങിനെ 2 രീതിയിലാണ് നമ്മൾ വൈൻഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒരു ടൈപ്പാണ് ലാപ്പ് വൈൻഡിങ്, സെക്കൻഡ് ടൈപ്പാണ് വേവ് വൈൻഡിങ്. അതിൽ ലാപ്പ് വൈൻഡിങ്ങിൽ A എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്പർ ഓഫ് പാരലൽ പാത്ത് ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പോൾസ് ആയിരിക്കും ലാപ്പ് വൈൻഡിൽ. ഇറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ബ്രഷസ്. Y എന്ന് പറഞ്ഞാൽ റിസൾട്ടൻറ്റ് പിച്ച്. റിസൾട്ടൻറ്റ് പിച്ച് എന്ന് പറഞ്ഞാൽ ബാക്ക് പിച്ച് മൈനസ് ഫ്രണ്ട് പിച്ചാണ്. ആവറേജ് പിച്ച് എന്ന് പറഞ്ഞാൽ ബാക്ക് പിച്ച് പ്ലസ് ഫ്രണ്ട് പിച്ച് ബൈ 2 ആണ്. കമ്മ്യൂട്ടേറ്റർ പിച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു +or-1 ആണ്. ഇനി വേവ് വൈൻഡിങ്ങിൽ ശ്രദ്ധിക്കുക, പാരലൽ പാത്ത് ഈസ് ഈക്വൽ ടു 2 ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ബ്രഷും 2 ആണ്, നമ്പർ ഓഫ് പാരലൽ പാത്തും 2 ആണ്. അത് ഏത് പോളാണെങ്കിലും ഈ വാല്യൂ 2 തന്നെയായിരിക്കും. ഇനി റിസൾട്ടൻറ്റ് പിച്ച് Y എന്ന് പറഞ്ഞാൽ YB + YF ആണ്. ആവറേജ് പിച്ച് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ YB + YF/2 ആണ്. വേറെ ഇക്വേഷനും കൊണ്ട് Z ±2/P. Z എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ആണ്, P എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പോളാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു കമ്മ്യൂട്ടേറ്റർ പിച്ച്. കമ്മ്യൂട്ടേറ്റർ പിച്ചിൻ്റെ വാല്യൂം ആവറേജ് പിച്ചിൻ്റെ വാല്യൂം സെയിം ആണ്. ലാപ്പ് വൈൻഡിങ്ങിൽ കമ്മ്യൂട്ടേറ്റർ പിച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു +or-1 ആണ്. ഇനി ഇതിൽ അറിയേണ്ട സാധനമാണ് ടൈപ്സ് ഓഫ് ജനറേറ്റർ. ജനറേറ്ററിൻ്റെ ടൈപ്സുകളാണ്. അതിൽ മേജറായിട്ട് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. സെപ്പറേറ്റ്ലി എക്സൈറ്റഡും സെൽഫ് എക്സൈറ്റഡും. സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ ഇത് അതിൻ്റെ ഫീൽഡ് വൈൻഡിങ്സ് എന്ന് വിചാരിക്കാം, ഇത് അതിൻ്റെ ആർമേച്ചറും ഫീൽഡ് വൈൻഡിങ്സും സെപ്പറേറ്റ് ആയിരിക്കും. അതായത് ആർമേച്ചറിന് സെപ്പറേറ്റ് ആയിട്ട് സപ്ലൈ ഉണ്ടാകും, അതേപോലെ തന്നെ ഫീൽഡ് വൈൻഡിങ്സിന് സെപ്പറേറ്റ് ആയിട്ട് DC എക്സൈറ്റേഷൻ ഉണ്ടാകും. അതുകൊണ്ടാണ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് എന്ന് പറയുന്നത്. ഇനി സെൽഫ് എക്സൈറ്റഡിലാണ് 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്: ഷണ്ട്, സീരീസ്, കോമ്പൗണ്ട്. അതിൽ ഷണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ആർമേച്ചറും അതേപോലെ തന്നെ ഫീൽഡ് വൈൻഡിങ്സും തമ്മിൽ പാരലൽ ആണെങ്കിൽ അതിനെന്ത് പറയും? ഷണ്ട് എന്ന് പറയും. ഇനി സീരീസ് വൈൻഡിങ് എന്ന് പറഞ്ഞാൽ ആർമേച്ചർ അതേപോലെ തന്നെ ഫീൽഡ് വൈൻഡിങ്സും സീരീസ് ആണ് കണക്ഷൻ എങ്കിൽ അതെന്ത് പറയും? സീരീസ് ബൗണ്ട് എന്ന് പറയും. കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ ഷണ്ട് ഉണ്ടാകും, സീരീസ് ഉണ്ടാകും. അതിൽ 2 ടൈപ്പാണുള്ളത്: ലോങ് ഷണ്ടും അതേപോലെ തന്നെ ഷോർട്ട് ഷണ്ടും. അതിൽ ലോങ് ഷണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ വേർഡ് തന്നെ കിട്ടും, ഷണ്ടിൻ്റെ നീളം കൂടുതലാണ്, ലോങ് ഷണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇത് ആർമേച്ചറാണ്, സീരീസ് ഫീൽഡ് വൈൻഡിങ് ആണ്, ഷണ്ട് ഫീൽഡ് വൈൻഡിങ്. ആർമേച്ചറിനും സീരീസ് ഫീൽഡ് വൈൻഡിങ് രണ്ടിനും കൂടി പാരലൽ ആയിരിക്കും ഉണ്ടാവുക.
ഷോർട്ട് ഷണ്ട് പറഞ്ഞാൽ ഷണ്ടിൻ്റെ വലിപ്പം കുറവാണ്. ഷണ്ടിൻ്റെ വലിപ്പം കുറവ് പറഞ്ഞാൽ ആർമേച്ചർ, സീരീസ് ഫീൽഡ് വൈൻഡിങ്, ആർമേച്ചറിന് അക്രോസ് മാത്രമേ എന്തുണ്ടാകുള്ളൂ, ഷണ്ടിൻ്റെ ഫീൽഡ് വൈൻഡിങ്സ് ഉണ്ടാകും. ഇതാണ് നമുക്ക് ഈ പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ട സിമ്പിളായിട്ടുള്ള കുറച്ച് തിയറീസ്. ഇനി നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ആർമേച്ചർ ഓഫ് DC ജനറേറ്റർ ഈസ് ലാമിനേറ്റഡ് ടു. എല്ലാ സമയത്തും ആർമേച്ചർ കോറ്, അതേപോലെ തന്നെ ആർമേച്ചർ കോറുണ്ട്, പോൾ കോറും ലാമിനേഷൻ നടത്തുന്നത് എപ്പോഴും എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ എഡ്ഡി കറന്റ് ലോസ്. എഡ്ഡി കറന്റ് ലോസ് കുറക്കാൻ വേണ്ടിയിട്ടായിരിക്കും എപ്പോഴും നമ്മൾ ലാമിനേഷൻ നടത്തുക. ഓപ്ഷൻ സി ആണ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇൻ DC ജനറേറ്റർ ദ പോൾ ഷൂസ് ആർ ഫാസ്റ്റൻ ടു ദി പോൾ കോർ ബൈ. പോൾ ഷൂവും പോൾ കോറും തമ്മിൽ എങ്ങനെയാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്? ഇതിൽ ആൻസർ ഡി ആണ്. കൗണ്ടർ സങ്ക് സ്ക്രൂ വെച്ചിട്ടാണ് രണ്ടും കൂടി ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ. ഇൻ ലാപ്പ് വൈൻഡിങ് ദ നമ്പർ ഓഫ് ബ്രഷസ് ഈസ് ആൾവേസ്. നമ്മൾ നേരത്തെ തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ്. ലാപ്പ് വൈൻഡിങ്ങിൽ നമ്പർ ഓഫ് ബ്രഷസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പോൾസ് ആണ്. ഇറ്റ് ഈസ് ആൻസർ ബി ആണ്, സെയിം ആസ് നമ്പർ ഓഫ് പോൾസ്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ. ദ പർപ്പസ് ഓഫ് പ്രൊവൈഡിങ് ഡമ്മി കോയിൽസ് ഇൻ എ ജനറേറ്റർ ഈസ്. എന്താണ് ഡമ്മി കോയിൽ എന്ന് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. ഈ ഡമ്മി കോയിൽ യൂസ് ചെയ്യൽ വേവ് വൈൻഡിങ്ങിൽ മാത്രമാണ്. ആർമേച്ചർ വൈൻഡിങ് സാധാരണ ലാപ്പിൽ വൈൻഡ് ചെയ്യുന്ന പോലെ ആയിരിക്കൂല വേവിൽ വൈൻഡ് ചെയ്യുക. അപ്പോൾ അവിടെ ആർമേച്ചർ പഞ്ചിങ്ങിൻ്റെ സ്റ്റാൻഡേർഡ് ചില സമയത്ത് കറക്റ്റ് ആവണമെന്നില്ല ഏതിൽ വേവ് വൈൻഡിങ്ങിൽ. ആ സമയത്ത് മെക്കാനിക്കൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ആർമേച്ചറിൻ്റെ മെക്കാനിക്കൽ ബാലൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡമ്മി കോയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഇത് ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും തന്നെ അതിലുണ്ടാവില്ല, കാരണം അത് കമ്മ്യൂട്ടേറ്ററുമായിട്ട് ഘടിപ്പിച്ചിട്ടുണ്ടാവില്ല. ഡമ്മിയാണ്, പേര് പോലെ തന്നെ ഡമ്മി കോയിൽ. ജസ്റ്റ് ആ ഒരു ബാലൻസിന് വേണ്ടിയിട്ടാണ് അത് നമ്മളവിടെ വെക്കുന്നത്. അപ്പോൾ ഫോർത്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ ദ പർപ്പസ് ഓഫ് പ്രൊവൈഡിങ് ഡമ്മി കോയിൽ ഈസ് ഓപ്ഷൻ എ ആണ്, ടു പ്രൊവൈഡ് മെക്കാനിക്കൽ ബാലൻസ് ഫോർ ദി റോട്ടർ. അടുത്ത ക്വസ്റ്റ്യൻ. When the fifth question, when the number of poles and number of armature conductor are fixed in DC generator, then which winding will have higher EMF? അത് നമ്മൾ എന്ത് ചെയ്യണം? അത് ഇക്വേഷൻ ഒന്ന് എഴുതി വയ്ക്കാൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കിട്ടും. E is equal to 5PN by 60 into Z by A into Z by A ആണ്. ആ ക്വസ്റ്റ്യൻ നോക്കുക. നമ്പർ ഓഫ് പോൾസ് സെയിം ആണ്, നമ്പർ ഓഫ് ആർമേച്ചർ കണ്ടക്ടേഴ്സ് സെയിം ആണ്. വ്യത്യാസം അത് ലാപ്പാണോ വേവ് ആണോ എന്നുള്ളതാണ്. ഏതിലായിരിക്കും EMF കൂടുക? അപ്പോൾ നമുക്ക് വേണ്ട സാധനം ഇവിടെ നിന്നാണ്. എ ഈസ് ഈക്വൽ ടു എന്താണ്? നമ്പർ ഓഫ് പാരലൽ പാത്ത് ആണ്. ലാപ്പ് വൈൻഡിങ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പോൾസ് ആണ്. വേവ് വൈൻഡിങ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 2 ആണ്. അപ്പോൾ നോക്കുക, ഇവിടെ 2 ഇട്ടാലാണ് ഏറ്റവും കൂടുതലുള്ള വാല്യൂസ് കിട്ടുക, ഹയർ EMF കിട്ടുക. അപ്പോൾ ഓപ്ഷൻ ബി ആണ്. വേവ് വൈൻഡിങ് ആവുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ EMF പ്രൊഡ്യൂസ് ചെയ്യുക. ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ. ഇൻ എ കേസ് ഓഫ് 4 പോൾസ് DC generator provide with a 2 layer of lap winding with 16 coils, the pole pitch will be. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പലരും കൺഫ്യൂഷൻ ആക്കുന്നു, പലരും തെറ്റിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണിത്. ഇതിൽ 2 ലെയർ ആണിത് എന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. 2 ലെയർ ആണ്. അപ്പോൾ 2 ലെയർ ആകുമ്പോൾ നമ്പർ ഓഫ് കോയിൽസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സ്ലോട്ടിന് ഈക്വൽ ആയിരിക്കും. ഈ പോൾ പിച്ച് എന്ന് പറഞ്ഞ സാധനം, പോൾ പിച്ച് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് സ്ലോട്ട്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പോൾസ് ആണ്. ഇത് 2 ലെയർ ആയതുകൊണ്ട് നമ്പർ ഓഫ് സ്ലോട്ട്സ് എന്നാണ് എന്താണ്? നമ്പർ ഓഫ് കോയിൽസ് ആണ്. അത് 16 ഡിവൈഡഡ് ബൈ 4 ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 4. പല നമ്മൾ പഠിച്ചത് പോൾ പിച്ച് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ്, അതിൻ്റെ ഡെഫിനീഷൻ നമ്മൾ കറക്റ്റായിട്ട് പഠിക്കണം. പോൾ പിച്ച് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ആർമേച്ചർ കണ്ടക്ടേഴ്സ് ഓർ ആർമേച്ചർ സ്ലോട്ട്സ്. ആ ആർമേച്ചർ കണ്ടക്ടർ എന്നുള്ള ഓപ്ഷൻ വരുന്നത് അത് 1 ലെയർ ആകുമ്പോഴാണ്. 2 ലെയർ ആകുമ്പോൾ
ആ സ്ലോട്ടാണ് കറക്റ്റ് നമുക്ക് പോൾ പിച്ചിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. പലതിലും ഓപ്ഷൻ സി 8 ആൻസറായി കൊടുക്കുന്നുണ്ട്, പക്ഷെ അത് തെറ്റാണ്. ഓപ്ഷൻ ഡി 4 ആണ് ആൻസർ. ഈ 7th ക്വസ്റ്റ്യൻ. ദ തിക്നെസ് ഓഫ് ലാമിനേഷൻ ഇൻ DC മെഷീൻസ് ഈസ് അപ്രോക്സിമേറ്റ്ലി. ലാമിനേഷൻ്റെ തിക്നെസ് എത്രയാണ് എന്നുള്ള ചോദ്യം. അത് ഓപ്ഷൻ ബി ആണ്. 0.5 mm ആണ് തിക്നെസ്. 8th ക്വസ്റ്റ്യൻ. ദ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ യൂസ്ഡ് ഫോർ ദ കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ് ഈസ് ജനറലി. നമുക്കറിയുന്ന സാധനമാണ്. ഇറ്റ് ഈസ് മൈക്ക ഷീറ്റ്. ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. 9th ക്വസ്റ്റ്യൻ. ഇൻ DC ജനറേറ്റേഴ്സ് ലാപ്പ് വൈൻഡിങ് ഈസ് യൂസ്ഡ് ഫോർ. ഇത് എല്ലാ സമയത്തും കൺഫ്യൂഷനാണ്. ആ ഓപ്ഷനിലോട്ട് നോക്കിയാൽ മതി, കൺഫ്യൂഷൻ ആവുന്ന സാധനമാണ്. അപ്പോൾ ഇതിന് ഒരു സാധനം മാത്രം പഠിച്ചേക്കാം, വേവ് വൈൻഡിങ്ങിൻ്റെ സാധനം. വേവ് വൈൻഡിങ്ങിന് എപ്പോഴും വോൾട്ടേജ് കൂടുതലായിരിക്കും. VW, WV, UVW ഉണ്ടല്ലോ, VW. അപ്പോൾ വേവ് വൈൻഡിങ് എല്ലായ്പ്പോഴും വോൾട്ടേജ് കൂടുതലായിരിക്കും. വോൾട്ടേജ് കൂടിയാൽ അവിടെ കറണ്ട് കുറയുന്നത് പ്രതിഭാസം ഉണ്ടാവുക. ഈ സംഗതി മാത്രം പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ ലാപ്പ് വൈൻഡിങ് ആകുമ്പോൾ എന്ത് ചെയ്യും? വോൾട്ടേജ് കുറയും, കറണ്ട് കൂടും. ഓപ്ഷൻ എ ആണ്. ലോ വോൾട്ടേജ് ഹൈ കറണ്ട് ആണ് ലാപ്പ് വൈൻഡിങ്. ഇനി 10th ക്വസ്റ്റ്യൻ. ദ സോൾ പർപ്പസ് ഓഫ് കമ്മ്യൂട്ടേറ്റർ ഇൻ എ DC ജനറേറ്റർ ഈസ് ടു. കമ്മ്യൂട്ടേറ്ററിന്റെ മെയിൻ പർപ്പസ് എന്താണ്? ഓപ്ഷൻ ഡി ആണ്. കൺവേർട്ട് ദ ഇൻഡ്യൂസ്ഡ് AC ഇൻടു DC ആണ്. ഇനി 11th ക്വസ്റ്റ്യൻ. ദ ഫംഗ്ഷൻ ഓഫ് പോൾ ഷൂസ് ഇൻ ദ കേസ് ഓഫ് DC മെഷീൻസ് ഈസ്. DC മെഷീൻസിന്റെ കേസിൽ പോൾ ഷൂവിന്റെ ഫംഗ്ഷൻ എന്താണ്? ഓപ്ഷൻസ് ഒക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓപ്ഷന് ടു റെഡ്യൂസ് ദ റിലക്റ്റൻസ് ഓഫ് ദി മാഗ്നറ്റിക് പാത്ത്, അത് ശരിയാണ്. സെക്കൻഡ്, ടു സ്പ്രെഡ് ഔട്ട് ദ ഫ്ലക്സ് ടു അച്ചീവ് യൂണിഫോം ഫ്ലക്സ് ഡെൻസിറ്റി, അതും ശരിയാണ്. ഓപ്ഷൻ സി, ടു സപ്പോർട്ട് ദ ഫീൽഡ് കോയിൽസ്, അതും ശരിയാണ്. ഓപ്ഷൻ ഡി എന്താണ്? ടു ഡിസ്ചാർജ് ഓൾ ദ എബോവ് ഫങ്ഷൻസ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ, ടു ഡിസ്ചാർജ് ഓൾ ദ എബോവ് ഫങ്ഷൻസ്. 12th question. The series field of a short shunt DC generator is excited by dash current. ഷോർട്ട് ഷണ്ട് DC കറണ്ട് എക്സൈറ്റ് ചെയ്യുന്ന ഏത് കറണ്ടാണെന്ന് അത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി ആണ്, ലോഡ് കറണ്ട് ആണ്. 13th question നോക്കുക. ഇൻ എ DC generator the generated EMF is directly proportion to. എന്തിനാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ? അപ്പോൾ EMF ഇക്വേഷൻ ഒന്ന് നമുക്കൊന്ന് എഴുതി നോക്കാം. E is equal to 5PN/60 into Z/A. ഇക്വേഷൻ എഴുതി. ഫൈ എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ആണ്, നമ്പർ ഓഫ് പോൾ ആണ്, സ്പീഡാണ്, കണ്ടക്ടർ ആണ്. എ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പാൽ പാത്ത് ആണ്. ഇതിൽ ഓപ്ഷൻ എടുക്കുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ബി ആണ്, പോൾ ഫ്ലക്സ്. ഇനി 14th question. In a 12-pole triplex lap-wound DC generator, each conductor can carry a current of 100 ampere. The rated current of this armature is dash ampere. ഇത് കൂടുതലൊന്നും ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഈ ഇക്വേഷൻ എല്ലാ സാധനം കൂടെയാണ് ഇൻഡ് ചെയ്താൽ മതി. ആർമേച്ചർ കറന്റ് IA ഈസ് ഈക്വൽ ടു 12 പോൾ അല്ലേ, 12 ഇൻറ്റു ട്രിപ്ലക്സ് 3 ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 3600. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇനി 15th question. For a 4-pole 2-layer DC lap winding with 20 slots and 1 conductor per layer, the number of commutator bar is. നമ്മൾ കമ്മ്യൂട്ടേറ്റർ ബാർ എന്ന് പറഞ്ഞ സംഗതി എന്താ നമ്മൾ അറിയണം. നമ്പർ ഓഫ് കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സ് അല്ലെങ്കിൽ കമ്മ്യൂട്ടേറ്റർ ബാർ ഇറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ആർമേച്ചർ കോയിലാണ്. എത്ര ആർമേച്ചർ കോയിൽ ഉണ്ടോ അത്രയും കമ്മ്യൂട്ടേറ്റർ ബാർ ഉണ്ടാവും. ഇവിടെ സ്ലോട്ടാണ് തന്നത്. നമുക്കറിയാൻ പറ്റും, നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു 2 ലെയർ ആണെങ്കിൽ നമ്പർ ഓഫ് സ്ലോട്ട്സ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോയിലാണ്. അപ്പോൾ നമ്പർ ഓഫ് കമ്മ്യൂട്ടേറ്റർ ബാർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ആർമേച്ചർ കോയിലാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ, 20. 16th question. A 2-pole generator with wave-wound armature has 51 slots, each having 24 conductors. The flux per pole is 0.01 Weber. The speed at which the generator should be run to induce the voltage of 220 should be. നമ്മൾ ഇക്വേഷൻ വെച്ചിട്ട് സ്പീഡ് കാണാനുള്ളതാണ്.
നമുക്കറിയാം ഇക്വേഷൻ E is equal to 5pn by 60 into z by a. അതാണ് ഇക്വേഷൻ. അതിൽ നമുക്ക് കാണേണ്ടത് സ്പീഡാണ്. അപ്പോൾ സ്പീഡിനെ അത് എഴുതിയിട്ട് ബാക്കിയുള്ളതൊക്കെ മറ്റേ സൈഡിലോട്ട് കൊണ്ടുപോവാം. n is equal to e into 60 into നമ്പർ ഓഫ് പാരലൽ പാത്ത് എന്തായിരിക്കും? 2 ആയിരിക്കും, വേവ് വൈൻഡിങ് ആയതുകൊണ്ട് കേട്ടോ. 5p into z. ഇതിൽ വാല്യൂസ് നമുക്ക് അറിയേണ്ട ഒന്നുമില്ല. ഇ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 220 ആണ്. എ എന്ന് പറഞ്ഞാൽ വേവ് വൈൻഡിങ് ആയതുകൊണ്ട് 2 ആയിരിക്കും. 5 എന്ന് തന്നിട്ടുണ്ട് 0.01 ആണ്. 0.01 വെബർ തന്നിട്ടുണ്ട്. P2 പോളാണ് തന്നിട്ടുണ്ട്. Z എന്ന് പറഞ്ഞാൽ 24 കണ്ടക്ടേഴ്സ് ആണ്, 50 സ്ലോട്ട്സ് ഉണ്ട്, ഓരോ സ്ലോട്ടിലും 24 ഉണ്ട്. അപ്പോൾ 24 into 51 ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 1078. ഓപ്ഷൻ സി ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് YF is the front pitch, YB is the back pitch, YC is the commutator pitch. Then in wave winding, നമ്മൾ തിയറിയിൽ പറഞ്ഞ കാര്യമാണ്. ആ ഇക്വേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു അവിടെ ഓപ്ഷൻ എ ആണ്. YC is equal to YB plus YF by 2 ആണ്. അപ്പോൾ അത് എന്ത് ചെയ്യും? YB plus YF is equal to 2YC ആയിരിക്കും ഇക്വേഷൻ വരിക. ഇനി 18th question. A DC generator running at 1600 RPM gives 214 volt DC. If the speed is dropped to 1400 RPM without change in flux, the new EMF will be. നമുക്ക് റിലേഷൻ വെച്ചിട്ട് ചെയ്യാവുന്ന സാധനമാണ്. നമുക്ക് E2 എന്നുള്ളത് സെക്കൻഡ് EMF ആണ്. E1 എന്ന് പറഞ്ഞത് ഫസ്റ്റ് EMF ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു N2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പറഞ്ഞ സ്പീഡാണ്. N1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പറഞ്ഞ സ്പീഡാണ്. ഇവിടെ ഫ്ലക്സ് കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് നമ്മൾ ഫ്ലക്സ് എടുക്കേണ്ട ആവശ്യമില്ല. വിത്തൗട്ട് ചേഞ്ചിങ് ഫ്ലക്സ് ആണ്, ഫ്ലക്സ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അത് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ന്യൂ EMF എന്ന് പറഞ്ഞാൽ E2 ഈസ് ഈക്വൽ ടു N2. N2 എത്രയാണ്? 1400 ഡിവൈഡ് ബൈ N1 എത്രയാണ്? 1600 ഇൻറ്റു E1. E1 എത്രയാണ്? 240. അതിന് കിട്ടുന്ന ആൻസർ ആണ് 210 ആണ്, 210 വോൾട്ട്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 19th question. A DC shunt generator delivers 395 ampere at 250 volt and the resistance of the shunt field and armature are 50 ohm and 0.05 ohm respectively. The generated EMF will be. നമുക്ക് ആ തിയറിയിൽ വിട്ടുപോയ ഒരു ഇക്വേഷനാണ്, സിമ്പിൾ ഇക്വേഷനാണ്. ജനറേറ്റഡ് EMF EG is equal to ഷണ്ടാണ്. ഷണ്ടാകുമ്പോൾ ഇക്വേഷൻ EG is equal to V plus IAR. പ്ലസ് ബ്രഷ് കോണ്ടാക്ട് ഡ്രോപ്പ് ഒക്കെ ഉണ്ടാവും, പക്ഷെ അത് ക്വസ്റ്റ്യനിൽ പറയാത്തതുകൊണ്ട് അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഈ V എന്നുള്ള വാല്യൂ ഇതിൽ എത്രയാണ്? 250 ആണ്. പ്ലസ് IA എന്നുള്ള വാല്യൂ 395 ആണ്. ഇൻറ്റു RA 0.05 ആണ്. ഷണ്ട് ആയതുകൊണ്ട് ഷണ്ടിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് നമ്മൾ എടുക്കില്ല. ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു കറക്റ്റ് ഇട്ട് 269.75 ആണ്. ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 270. ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. ഇനി 20th question. The number of armature parallel path in a 2-pole DC generator provided with the duplex lap winding will be. നമുക്കറിയാൻ പറ്റും പാരലൽ പാത്തിൽ ലാപ്പ് വൈൻഡിങ് ആണെങ്കിൽ, പാരലൽ പാത്ത് ആണ്, ലാപ്പ് വൈൻഡിങ് ആണെങ്കിൽ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പോൾസ് ആണ്. ഇവിടെ പോള്
2 പോളാണ്. പക്ഷെ ആ പറഞ്ഞ സംഗതി സിംപ്ലക്സ് ലാബ് പോയിന്റിങ്ങിനാണ്. ഇവിടെ ഡ്യൂപ്ലക്സ് ലാബ് പോയിന്റിംഗ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് പാരലൽ പാത്ത് ആണ് നമ്പർ ഓഫ് പോൾസ് ഇൻറ്റു ഡ്യൂപ്ലക്സ് ആണ് ഡ്യൂപ്ലക്സ്, ട്രിപ്ലക്സ് ആണ് 3 എന്നിട്ട് ഇൻറ്റു ചെയ്യും, സിംപ്ലക്സ് ആണ് 1, വിച്ച് ഈസ് ഈക്വൽ ടു 4 ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഡൗട്ടുകളുള്ളവർ കമൻറ്റിൽ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സജഷൻസും ഇൻഫോർമേഷൻസും കമൻറ്റായി അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.